കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ മരുന്നില്ലെന്ന മലയാള മനോരമ വാർത്ത തള്ളി ആശുപത്രി സൂപ്രണ്ട്. മരുന്നിന് ക്ഷാമമില്ലെന്ന സൂപ്രണ്ട് ഡോക്ടർ ആശാദേവി കൈരളി ന്യൂസിനോട് പറഞ്ഞു. മരുന്ന് പോയിട്ട് പഞ്ഞി പോലുമില്ല എന്ന വാർത്ത ശരിയല്ലെന്ന് രോഗികളും സാക്ഷ്യപ്പെടുത്തുന്നു. ദിവസം 2000-ലധികം പേർക്ക് OP സേവനം ലഭ്യമാക്കുന്ന സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് കോഴിക്കോട് ബീച്ച് ജനറൽ ഹോസ്പിറ്റൽ. ഇവിടെ മരുന്ന് പോയിട്ട് പഞ്ഞി പോലുമില്ല എന്നാണ് മലയാള മനോരമ വാർത്ത. ഇത് ശരിയല്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ആവശ്യത്തിന് മരുന്നുകളും പഞ്ഞിയും സ്റ്റോക്കുണ്ട്. സ്റ്റോറിലെ മരുന്ന് ശേഖരം ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. സ്പെഷ്യാലിറ്റി ആശുപത്രി ആയതിനാൽ ചില മരുന്നുകൾ കുറവ് വരാറുണ്ട്. ഇത് പരിഹരിച്ചു പോകാനുള്ള സംവിധാനം നിലവിലുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശാദേവി കൈരളി ന്യൂസിനോട് പറഞ്ഞു. അങ്ങനത്തെ ഒരു ദയനീയാവസ്ഥ ഇപ്പം അറ്റ് പ്രസന്റ് ഈ ആശുപത്രിയിലില്ല. ഇത് സ്പെഷ്യാലിറ്റി ഓറിയന്റഡ് ഹോസ്പിറ്റലാണല്ലോ. അപ്പോൾ പലപ്പോഴും ഫീൽഡിൽ നിന്നൊക്കെ ഒരുപാട് മരുന്നുകൾ കഴിഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ ഹയർ എൻഡ് ആൻറ്റിബയോട്ടിക്സ് വരുമ്പോൾ ചില സമയത്ത് അവൈലബിലിറ്റി ഉണ്ടാവാറില്ല. അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ അഡ്മിഷൻ പറയും. ഭൂരിഭാഗം മരുന്നുകളും ഫാർമസിയിൽ നിന്ന് ലഭിക്കുന്നതായി രോഗികൾ പറയുന്നു. എല്ലാ മരുന്നും കിട്ടി. കൊളസ്ട്രോളിൻ്റെ കിട്ടി, ഷുഗറിൻ്റെ കിട്ടി. ഇവിടുന്ന് സ്ഥിരം കാണിക്കലും ഇവിടുന്ന്. മരുന്ന് 4 സൈസ് എഴുതിയാൽ 3 സൈസ് കിട്ടിയിട്ടുണ്ട്. ഒരു സൈസ് പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട്. അമ്മയുടെ ഓപ്പറേഷൻ വേണ്ടി വന്നതാണ്. എനിക്ക് എന്തുകൊണ്ടും നല്ലൊരു അഭിപ്രായം പറയാനുള്ളൂ മരുന്നിൻ്റെ കാര്യത്തിൽ മൊത്തത്തിലും. OPയിലും അത്യാഹിത വിഭാഗത്തിലുമായി 2021-22 3,47,000 രോഗികളെത്തിയ ആശുപത്രിയിൽ 2022-23 7,34,365 പേരാണ് ചികിത്സ തേടിയത്. രോഗികളുടെ ഇരട്ടിയിലധികമുള്ള വർധനവ് ചില സമയങ്ങളിൽ മരുന്നുകളുടെ കുറവിന് കാരണമാകാറുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.